നാടിന്റെ മുഖച്ഛായ മാറ്റുന്ന വടകര ചേലക്കാട് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി വടകര നഗരസഭാ പ്രദേശത്തെ പ്രവൃത്തി വേഗത്തിലാക്കാൻ തീരുമാനം. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള അതിർത്തി നിർണ്ണയിക്കുന്നതിനും കയ്യേറ്റങ്ങൾ തിട്ടപ്പെടുത്തുന്നതിനുമുള്ള സർവേ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി ഭൂവുടമകൾക്കുള്ള നിയമപരമായ അറിയിപ്പുകൾ നോട്ടീസ് അധികൃതർ കൈമാറി. കെ.കെ. രമ എം.എൽ.എ, നഗരസഭാ ചെയർമാൻ പി.കെ. ശശി, വാർഡ് കൗൺസിലർമാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നടപടികൾ വിലയിരുത്തി. റോഡിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന കയ്യേറ്റങ്ങൾ മാർക്ക് ചെയ്യുന്നതിനും റവന്യൂ ഭൂമിയും സ്വകാര്യ ഭൂമിയും വേർതിരിച്ച് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനുമാണ് സർവേ വിഭാഗം നടപടി ആരംഭിച്ചിരിക്കുന്നത്. റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയുടെ അതിർത്തികൾ കൃത്യമായി നിർണ്ണയിക്കാനും സർക്കാർ ഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് അടയാളപ്പെടുത്താനും സർവേയിലൂടെ സാധിക്കും. അളവെടുപ്പ് പൂർത്തിയാകുന്നതോടെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടകരയുടെ ഗതാഗത വികസനത്തിൽ നിർണായകമാകുന്ന ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. വില്യാപ്പള്ളി ചേലക്കാട് റോഡിൻ്റെ 2 റീച്ചായിട്ടാണ് ഇപ്പം വടകര റീച്ചിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. ചേലക്കാട് റീച്ചിലേക്കുള്ള പ്രവൃത്തിയാണ്. കുറ്റ്യാടി മണ്ഡലത്തിലെയും നാദാപുരം മണ്ഡലത്തിലെയും പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. അപ്പം വടകര മണ്ഡലത്തിൽ പ്രവൃത്തി എത്രയും വേഗം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് ഞങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സർവേയുടെ നടക്കുതാഴ വില്ലേജിൻ്റെ ഭാഗമായിട്ടുള്ള സർവേ കംപ്ലീറ്റ് പൂർത്തിയായി. അത് എൻക്രോച്ച്മെൻറ്റുള്ള ആളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തു. അത് സ്ഥലം നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം ഏതൊക്കെ തരത്തിലേക്കാണ് എന്നുള്ളത് സംബന്ധിച്ച് ഡീറ്റെയിൽഡ് പരിശോധന നടന്നു. ഇപ്പം വടകര വില്ലേജിൻ്റെതാണ് ഇന്ന് ചെയ്യുന്നത്. വടകര വില്ലേജിൽ എൻക്രോച്ച്മെൻറ്റുള്ള എല്ലാ ആളുകൾക്കും ഇപ്പം നോട്ടീസ് കൊടുക്കുകയാണ്. വില്ലേജിൻ്റെ ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവർ നോട്ടീസ് കൊടുത്തു. 7 ദിവസത്തിന് ശേഷം നമ്മൾ അതിൻ്റെ ബൗണ്ടറി അവർക്ക് ആ സ്ഥലം നമുക്ക് റോഡിന് വേണ്ടി വിട്ടുതരാൻ ആവശ്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് നമ്മൾ നീങ്ങും. അപ്പം എത്രയും വേഗം 1 മാസത്തിനുള്ളിൽ എങ്കിലും പ്രവൃത്തി തുടങ്ങാൻ ആവശ്യമായ കാര്യങ്ങളിലേക്കാണ് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് കഴിച്ച് ബാക്കി നമുക്ക് സ്ഥലം വിട്ടുതരേണ്ട ആളുകളെ കണ്ട് സമീപിച്ച് അവരോട് സംസാരിച്ച് ആ സ്ഥലം കൂടി വിട്ടു തന്ന് നമുക്ക് റോഡ് വികസിപ്പിക്കുക എന്നുള്ളത് നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. പ്രത്യേകിച്ചും ഈ റോഡ് വലിയ കൺജസ്റ്റഡായിട്ട് പോകുന്നതാണ്. ഇപ്പം നമുക്കറിയാം ആക്കുളത്തുനട ആ ഭാഗത്ത് എപ്പോഴും വെള്ളക്കെട്ട് നിന്ന് ആകെ പ്രയാസമാണ്. മഴക്കാലമായാൽ പോകാൻ പോലും സാധിക്കില്ല. അപ്പോൾ ഈ റോഡ് വികസിച്ചാൽ ഏറ്റവും സൗകര്യമാകുന്നത് വടകരക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അതിന് എല്ലാ ആളുകളുടെയും സഹായമാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഈ റീച്ച് പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. 15 കോടി രൂപ ഇതിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. വേറെ തടസ്സങ്ങളൊന്നുമില്ല. ഇപ്പം KSEBയുടെയും വാട്ടർ അതോറിറ്റിയുടെയും അവരുടെ ഒരു എസ്റ്റിമേറ്റ് ഞങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നു. അവർ പരിശോധന നടത്തി ഏതൊക്കെ പോസ്റ്റുകൾ മാറ്റണം, എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ KRFBയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം വാട്ടർ അതോറിറ്റിയുടെയും KSEBയുടെയും പരിശോധനകൾ കഴിഞ്ഞു, അതുകൂടി കിട്ടിക്കഴിഞ്ഞു. അപ്പം എല്ലാം അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. അതുകൂടി കഴിഞ്ഞാൽ റോഡ് വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ സാധിക്കും. കൺമുന്നിലുള്ളത് കാണാൻ എന്തിന് ഫിലാഡൽഫിയ വരെ പോണം? ഫരീദ ഓപ്റ്റിക്സ് ഉള്ളപ്പോൾ ഇനി കാഴ്ചകൾക്കും തെളിമയേറും. ഫരീദ ഓപ്റ്റിക്സ് വടകര, ഇനി എല്ലാം തെളിഞ്ഞു കാണാം.